ഗായ്സ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ യാതുമ്പോൾ നല്ല ഉറക്കമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ സോഫയമേൽ വന്നിരിക്കുന്നത്. ഏകദേശം സമയം ഒരു 6-6:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂള് തുറക്കുവാണ്. ഇന്നത്തെ യുദ്ധം എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണണ്ടേ. അപ്പം ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് സോഫയമേൽ മടിയൊക്കെ പിടിച്ച് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നല്ല മടിയാണ്. പക്ഷെ കുറച്ച് നേരം ഉണ്ടാവും, അത് ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് മാറും കേട്ടോ. അപ്പം ഞാൻ മെല്ലെ സോഫയമേൽ ഒന്നുകൂടി കിടക്കുകയാണ്, ഇരിക്കുകയാണ്. അങ്ങനെ കുറേ മടി കാണിക്കുന്നുണ്ട്. ഓക്കെ ആയ സെറ്റാട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാ നഷ്ടമായിരിക്കും. നല്ല നല്ല ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് ബാക്കിലത്തെ ഡോറൊക്കെ തുറന്ന് സെക്കൻഡ് അടുക്കളേൻ്റെ ഡോറും തുറന്ന് അവിടുത്തെ ജനലൊക്കെ ഞാനൊന്ന് തുറന്നിടും കേട്ടോ. കാരണം വെട്ടവും വെളിച്ചവും വരുമ്പോൾ ഭയങ്കര ഒരു സുഖമാണേ. അതൊക്കെ ഞാൻ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന പാടെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഞാനൊന്ന് പിള്ളേരെ എണീപ്പിക്കാൻ നോക്കൂ കേട്ടോ. ബ്രഷൊക്കെ ചെയ്ത് സെറ്റാക്കണ്ടേ. അപ്പം ഞാനൊരു ഇച്ചിരി നേരം ഇവിടെ നിന്നിട്ട് പോയി വിളിക്കൂ കേട്ടോ. രാവിലത്തെ ആ ഒരു ഉറക്കച്ചടകളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. നിങ്ങൾക്കറിയാലോ, ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നാൽ കുറച്ച് വെള്ളം കുടിക്കുന്നത് മസ്റ്റായിട്ടാണ്. ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം. കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചായ വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതില്ല നീർദോശ. ഓൾറെഡി ഞാൻ ഇന്നലെ പച്ചരി വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേരെ എഴുന്നേറ്റിട്ടില്ല. എനിക്കും തലക്കടിയിട്ട് പോലെ ഉണ്ട്. ഞാൻ എപ്പോഴും ലേറ്റ് ആയിട്ട് എണീക്കുന്നുണ്ട്. ഇന്ന് ജൂൺ 1 കേട്ടോ. നാളെ ഒരു ബിഗ് സ്പെഷ്യൽ ഡേ ആണ്. ബിഗ് സ്പെഷ്യൽ ഡേ എന്ന് പറയാം. 1 അല്ല 2 അതെന്താണെന്ന് അറിയണമെങ്കിൽ കമന്റ് ഇട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇന്നെന്തായാലും വരില്ല, നാളെ വരുള്ളൂ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയം വേണ്ട. അപ്പൊ ജൂൺ 1 വീഡിയോ ജൂൺ 2, ജൂൺ 2 വീഡിയോ ജൂൺ 3, അങ്ങനെയാണ് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. അരി അരക്കട്ടെ. അരി അരക്കുമ്പോ സൗണ്ട് വരും. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ. അതുകൊണ്ട് അരി അരച്ചിട്ട് വരാം. അരി അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കേട്ടോ, നീർദോശയിൽ ഇപ്പൊ ഇത്രയും കട്ടിയുണ്ട്. ഞാൻ ഇനി ഇതും ലൂസാക്കും കേട്ടോ. കുറച്ചും കൂടി ലൂസാക്കും ഗൈസ്. ഇങ്ങനെ കടലാസ് പേപ്പർ പോലെ കിട്ടും. ആവശ്യാനുസരണം ഉപ്പിട്ട് കയ്യോടെ നമുക്ക് എന്ത് ചെയ്യണം, പാത്രം കഴുകി വെക്കണം. അതാവുമ്പോൾ അടുക്കള എപ്പോഴും നീറ്റ് ആയിക്കോളും. പിന്നെ പായാലും ഉണ്ടാവില്ല. കലക്കിലെ എളുപ്പത്തിനാക്കാൻ പറ്റുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പൊ അത് വേഗം നമുക്ക് റെഡിയാക്കാം. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നോണ്ടേ എന്റേതായ ഒരു ഇതല്ലേ, ഇല്ലെങ്കിൽ എന്തെങ്കിലും കടലയോ എന്തെങ്കിലും എടുത്തിട്ട് സെറ്റാക്കായിരുന്നു. ഇന്നലെ വന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയി പോയി ഗൈസ്. ഇതൊക്കെ ഇങ്ങനെ മറ്റേത് കത്തിയോണ്ട് ചെയ്യുന്ന കാണാം ഉരുളക്കിഴങ്ങ്. പക്ഷെ എനിക്കിങ്ങനെ പീൽ ചെയ്യുന്ന കേട്ടോ ഇഷ്ടം. ഫീൽ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ രാവിലെ മക്കൾക്ക് എന്താണ് നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടുന്നേ? പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങളൊന്നും കമന്റ് ഒന്നും ഇടുന്നില്ല, അത് വേറെ കാര്യം. ഇടുന്നവര് മാത്രം ഇടുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോവാന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിതൊരു ജോബായിട്ട് തന്നെ ഞങ്ങള് എടുത്തു. എന്നല്ലെങ്കിൽ നാളെ ക്ലിക്കാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇപ്പൊ തന്നെയുണ്ട്.
ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇടം വരെ എത്തിയതല്ലേ, അപ്പൊ പിന്നെ ഞാൻ നിർത്തുന്നില്ല. എന്തായാലും പറ്റുന്ന പോലെ ഞാൻ ചെയ്യും, അത്ര തന്നെ. അപ്പൊ കുഞ്ഞുമക്കളെല്ലാം ഉള്ളവര് എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒന്ന് പറയാട്ടോ. ഞാൻ മെയിനായിട്ട് മുട്ടയാണ്. ഇനിയിപ്പോ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടില്ല, ഉരുളക്കിഴങ്ങും ഇതാക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ. ചായ തിളക്കുന്നുണ്ട് ഗൈസ്, തിളച്ചു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല അതിന്റെ. അപ്പൊ ഗൈസ് എല്ലാ ചുന്ദരി മണീസും എണീറ്റിട്ടുണ്ട്. എന്റെ ചുണ്ടർന്നു എണീറ്റിട്ടുണ്ടാ. അപ്പൊ ഇതാ ഓന്റെ ബ്രഷ് ഓന് കൊടുക്ക. ഇത് കണ്ട സിലിക്കോൺ ബ്രഷാണ്. എന്നാ എന്നെ പല്ലിയൊക്കെ അതിലെ വിടൂല. കുഞ്ഞാറ്റയുണ്ട്, ബാ കൊണ്ടോ. കുഞ്ഞാന്റെ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ ഇന്ന് സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ എത്തി കുളിക്കാൻ ഓടിയിട്ടുണ്ട്. എത്തിയതാ പല്ല് തേക്കുന്നു. ഞാനും പല്ല് തേക്കട്ടെ. എപ്പോ വന്നേ? ലേറ്റ് ആയിനാ? ആ അപ്പൊ ഗൈസ് യാദൂട്ടിനെ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിള്ളേർ ചടപടെ റെഡി ആകുന്നുണ്ട്. സമയം 8:15 അപ്പൊ മുട്ട ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. കറി ഓൾറെഡി ആയിട്ടാണ്. മട്ടേരി തീർന്നിനിയും ഗൈസ്. അപ്പൊ ഞാൻ മട്ടേരി വാങ്ങിയിട്ടുണ്ട്. പൊട്ടിക്കലാണ് പണി. CNR ആട്ടാ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇനിയിപ്പം നാഴി ഏതിൻ്റെ ഉള്ളിലാമോ? ഇതാട്ടാ ഞാൻ മട്ടയിൽ ഇട്ട് വെക്കുന്ന പാത്രം. നമുക്ക് 4 ആൾക്ക് അത്രയും വേണ്ടു. 2 നാഴി, ഈ 2 നാഴി. പിന്നെ ഒരു പൊടിക്കും കൂടി ഇടും, കുറഞ്ഞു പോകണല്ലോ എന്ന് വെച്ചിട്ട് ഒരു പൊടിക്കും കൂടി ഇടും ഞാൻ. ഇത് നമുക്ക് കയ്യോടെ തന്നെ ഇടാം. എല്ലാരും എങ്ങനെയാ അരി കഴുകുക തിളപ്പിക്കാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ രീതി ഇങ്ങനെയാ കേട്ടോ. ഹേ ഗായ്സ്, അപ്പൊ പിള്ളേരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചട്ടപടയാണ് എല്ലാ പരിപാടിയും. ഞാൻ ദോശയെല്ലാം ആക്കി എല്ലാം സെറ്റാക്കി ചായയിലെല്ലാം സെറ്റാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇവരെ റെഡി ആക്കണം. ഒത്തിരിയായി ഗൈസ്. അപ്പൊ ബസ് വരും. താല്പര്യം ഇടിയിരുന്ന് കളിക്കുന്നതിന്റെ ഗൈസ് അതിനൊന്ന് കാണിച്ചു കൊടുത്തേടി. വിരിന്ന് കഴിക്കുന്നുണ്ട്. അപ്പിയിട്ടിട്ടുണ്ട്, ഇനി കഴിക്കണം ഗൈസ്. വേണ്ട പിടിക്കണ്ട സെൽഫി സ്റ്റിക്ക് പിടിക്കണ്ട. യാതോ ബാക്കിയൊക്കെ പെട്ടിങ്ങനെ തരാം. മുടിയും കെട്ടണം. മുടി വിടണോ? ഡ്രൗസ് എടുത്ത് ഗൈസ്, ഞാൻ ഇതിന്റെ അപ്പി കഴുകിയിട്ട് വരട്ടെ ഗൈസ്. അപ്പി കഴുകിയിട്ട് വരട്ടെ. ഇവര് റെഡിയാകുന്നത് നോക്കൂ ഗൈസ്. ഇവര് സ്വന്തം റെഡിയാകും എന്റെ മക്കള്. ഇവര് കണ്ടോ എങ്ങനെയാണ്. എനിക്ക് ഒച്ചപ്പാടാക്കരുത്. ഇപ്പുറത്തൂടെ പോറോ നിനക്ക്? അത് നോക്കിയിട്ട് കണ്ടോ, അത് വീഡിയോ എടുക്കുന്നുണ്ട്. നീ ആ മാല ഇട്ടാ തിരിയൂലല്ലോ. ഈ മാല ഇടണ്ടോ? ആ മാല തന്നെ ഇട്ടാ മതി. നാളെ ഇതിടണ്ടേ. നമുക്കൊരു വാച്ച് കേട്ടോ. കളാക്കല്ലേ. നമ്മള് സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞോ? സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങളോട് പറയാം. ഓക്കെ, നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയാണ്. സ്പെഷ്യൽ ഡേ പറയണ്ട. സ്പെഷ്യൽ ഡേ ഒരിക്കലും പറയില്ല. അതെന്താ? സർപ്രൈസ്. സർപ്രൈസ് ആയി നിങ്ങൾ വീഡിയോയിനകത്ത് കണ്ടോ. ഓക്കെ,
ഇനി ഞാനിപ്പം പാട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഇവിടെ അപ്പൊ ഗൈസ് അവിടെ തലമുടി ഉണക്കുന്നുണ്ട്. ഡ്രയറിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമോന്ന് അറിയില്ല. അപ്പൊ അൻവീന്റെ മുടി വേഗം കിട്ടട്ടെ. യാതൊരു വിശന്നിട്ട് ഏരിക്കും എന്റെ മോന് ചാടി, അത് വേറെ കാര്യം. പക്ഷെ എന്നാ ചെയ്യാൻ പറ്റും എനിക്ക്? ഇവരെയും നോക്കണം, ഓനെയും നോക്കണം. ഇവർക്ക് ഇനിയും ഫുഡ് കൊടുത്തിട്ടില്ല. ഇന്നലെ വാങ്ങിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ല അമ്മ, നമ്മളെയൊന്നും പഠിപ്പിക്കുന്നില്ല. അമ്പി അമ്മയ്ക്ക് കുപ്പി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കുപ്പി അമ്പി മനപ്പൂർവ്വം ചെയ്യുന്നുണ്ട്. അമ്പി ഞാൻ കുറെ ആഴ്ച പറഞ്ഞ ഞാൻ തന്നെ കുപ്പി കൊണ്ട് കൊടുത്തോളാം. ഞാൻ പറഞ്ഞ ഞാനെന്ത് ചെയ്യാനാ? സെൽഫി സ്റ്റിക്ക് പിടിച്ച ഞാൻ അടിക്കുകയാ. പിടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. ഇത് കണ്ട, അത് ഇവനെയും കൊണ്ട് ഒരു രക്ഷയില്ല എന്റെ അപ്പോ. യാതുട്ടാ ഞാൻ നല്ല തല്ല് തരൂട്ടോ. ഇത് ഇവൻ പിടിക്കാൻ പോകുന്നോണ്ട് ഭയങ്കര ചൊറയും. അരിഞ്ഞി പോരാടുന്നേ. എന്റെ പുണ്ണില്ലേ വെയില്. നേരെ ഇരിക്കേ. ചിലപ്പോ എന്നെ ഭദ്രകാളിയായിട്ടല്ല നിങ്ങൾ ചിലപ്പോ കാണും. അപ്പുറത്ത് പോയിട്ട് ആടുന്ന ആ ഫാൻ ഇട്ടിട്ട് കുമ്പിട്ട് നിന്നാ മതി. അല്ലെ എനിക്ക് അപ്പുറത്തെ റൂമിൽ ടയർ വെച്ച് ഈട് തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടാ. ഒന്നാം തീയതി ആയിട്ട് എന്നെ ഭദ്രകാളി ഇളക്കിയാലേ തീരൂ ഗൈസ്. എനിക്ക് വിശന്നിട്ടാന്ന് തോന്നുന്നു, തല കറങ്ങുന്നു. കുഞ്ഞാറ്റേ ഇങ്ങോട്ട് വാവുന്നേ. പെട്ടെന്ന് കെട്ടിക്കോന്ന് പറയാൻ ഞാൻ മറ്റേ റോബോട്ടൊന്നും അല്ല, അതിന്റെ അമ്മയാണ്. അതെ, നിങ്ങൾക്കെല്ലാം അങ്ങനെ തോന്നുന്നുണ്ടോ റോബോട്ട് അമ്മയായിട്ട്? തമാശക്ക് പറഞ്ഞതാ. തമാശ. ഇനി പട്ടിക്കുട്ടീനെ പോലെയുണ്ട്, നായ്ക്കുട്ടീനെ പോലെയുണ്ട് എന്നൊന്നും പറയാൻ അറിയില്ല. ക്യാമറ ഇല്ലായിരുന്നെങ്കിലേ എനക്ക് തട്ടിപ്പോറ ട്രൈക്കോഡ് യാതുട്ടാ ആടെ നിക്ക്. യാതുട്ടാ എന്റെ പെരുമാൾ അടുത്തത് കുറ്റിയും പറിച്ചു വന്നിട്ടുണ്ട്. നീ ഇതൊക്കെ ഇടുന്ന് ഞാൻ ഇവിടെ കിടന്ന് കളിക്കുന്നേ. മറിക്കോ ക്യാമറേന്റെ മുമ്പിലുള്ള നീ. എന്ത് ചെയ്യാൻ വന്നാലും ഞാൻ കട്ടാക്കൂല മോനെ. വെച്ചു നീ ചായ കുടിച്ചാ? ചായയും കുടിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ ഇന്നലെ വാങ്ങിയേ? തട്ടിപ്പോറേ. രണ്ടെണ്ണം പോരാന്ന് വെച്ചിട്ട് മൂന്നാമത്തത് ഇത് എനിക്കുള്ള പഠിപ്പാ. നീ ഇത് ഐലൈനർ എടുത്തിനാ? എടി കുഞ്ഞു ഐലൈനർ. കുഞ്ഞാന്റെ നമ്മളെ ഐലൈനർ എടിയാ? പൊട്ടിപ്പോയേ. അതല്ല മറ്റേ ഡാസിലറിന്റെ തിരിഞ്ഞു നിക്ക, അതിന്റെ മുമ്പിൽ വന്ന് തീരെ ബോധമില്ലാത്ത കളി കളിക്കണ്ട കേട്ടാ.
നമ്മളെ ഡാസ്ലറിന്റെ എനിക്ക് മാല കിട്ടിയില്ല. എന്റെ മുമ്പില് നിക്കല്ല. ഞാറ്റ് അനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. മാല അപ്പുറത്തെ അൽമാരിക്കാത്തോന്നോ നോക്കിയോന്നേ. ഒന്ന് കേട്ടില്ലാണ്ട് നീ പറയാതെ അന്നാവുമ്പോ ചേച്ചി ഒന്ന് എല്ലിയെടുത്ത് വളർന്നിട്ട് വന്നാ മതി. ബസ് വരും അച്ഛേ. എന്റെ കൊച്ചി ഇതാ വീഴാൻ പോകുന്നെ. തോന്നെ ഇങ്ങനത്തെ കളി കളിക്കുന്നു. വേഗം അല്ലേ അമ്മേ, ഒന്ന് പോരെ. ഇല്ലമ്മേ. അതിനും കെട്ടിക്കൊടുക്കണം. ആണെ കെട്ടിത്തരാണേ. ഒരു മിനിറ്റണേ. ഓളെ കൂടി കെട്ടിക്കൊടുക്കണം. നീ ബസ്സിന് പോയാ മതിയാ. ഞാൻ ഫസ്റ്റ് ട്രിപ്പിന് തന്നെ പോകും. ഇതിപ്പോ ഏണി വെക്കേണ്ടി വരുവാ. അതിന്റെ മണ്ടയ്ക്ക് കയറേ. ഓള് നേരമില്ലാത്ത ഇങ്ങനത്തെ പറഞ്ഞിട്ട് വരൂ. അനക്ക് മുടി കെട്ടി ചാടുന്നില്ല. മൊത്തം ചിക്ക് കൊടുക്കുന്നു. മുച്ചാലോ അതന്നെ. ഇത് കൊക്കങ്ങനെ വെക്കേണ്ടി വരും. ഗൈസിന്റെ മണ്ടയ്ക്ക് അങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് നീ പൊട്ടി എങ്ങനെ ഇല്ലി ഇട്ട് വേണ്ടേ. എന്നേരം ഇതോ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്യണേ. ചേച്ചിക്ക് എത്ര ടൈമില് പോക്ക് പാത്രമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ? യാതോട്ടെ ഇവരൊന്നും ഒരുക്കി വിടട്ടെ. യാതു ഒരുക്കി എടുത്തിട്ട് എനിക്ക് അപ്പത്തോട്ട് പോറോ. എന്നെ പൊന്നോട്ട് അമ്മ എടുക്കാടാ. അതിന് വിശന്നിട്ടാന്ന് തോന്നുന്നു. അതിനടി അതിന് മറ്റേ മുമ്പിൽ വരുന്ന മുടി എന്ന് ചെയ്യണ്ടേ. അങ്ങനെ ഇട്ട് വെക്കൂലേ. ലച്ചു കാണുന്നുണ്ടോടി അതിൻ്റെ അകത്ത്. കൈ കുഞ്ഞാട്ടെ കൈ കളി. അപ്പുറം പോ അപ്പുറം പോ അപ്പുറം. ചന്ദ്രൻ കിട്ടി. മേടിക്കപ്പോ മേടിക്കപ്പോ. ഇപ്പൊ അച്ഛൻ 9 മണിയായി. മാറി കുഞ്ഞോ ആ ഫ്രണ്ടിലെ ഡോറൊന്ന് തുറന്നോ. അടിക്കടിക്ക് 2 എണ്ണം എടുത്തോ. കണ്ണെഴുതായി. ആ ചെയ്യുന്നത്. ഞാൻ ചായ എടുത്തിനാട്ടാ. മോളെ മുട്ട എടുത്തതൊന്ന് മുട്ടയാണ് പുഴുങ്ങി വെച്ചതുണ്ട് മോനോട്ട. അമ്മിത്തെ സാറി ഇടണം പോലും. സറാറയാ എന്നെ അതിന് മാറ്റണ്ടേ. ഇതല്ലേ ഇത് കുറച്ചും കൂടെ നല്ല. അത് ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് എന്താ നേരം വെളുക്കും വേണമെങ്കിൽ. ഉണങ്ങിയില്ലേ? എങ്ങനെയൊന്നും നോക്കുന്ന കൊണ്ടടിക്കടിക്ക് നോക്കുന്നില്ല. അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്ലേറ്റ് എടുക്കണോ? നല്ലതാണോ എടുത്തേ? നല്ലത് എടുക്കണേ. പ്ലേറ്റ് കഴുകിയാ ഇങ്ങോട്ട് കാണിക്കുക. മൂത്രം ഒഴിച്ചില്ല അതിനകത്ത്. വേറെ ഒന്നും കൂടി. ആ ഒന്ന് മതിയാ. ഇത് കൂടി ഇട്ടോ. അമ്മ യാതൊന്നും വേണ്ടി മറ്റേ 2 മുട്ട എടുത്തു. വേഗം തുടയ്ക്കുന്ന നന്നായിട്ടുണ്ട്. അതെന്തിനാ ആർക്ക കഴിച്ചില്ലേ? അതൊക്കെ പുതിയ വേഗമില്ല. ഓള് അങ്ങ് ഗൾഫിലല്ല പോകുന്നു. സ്കൂളിൽ പോയിട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് തന്നെ.
ചെയ്ത് വേഗം വാങ്ങിച്ചു ചേച്ചി. പ്ലെയിൻ ബാഗ് ഇതന്നെയാ ഇതിന്റെ കുറച്ച് ബേഗിലെല്ലാം എടുത്ത് വെച്ചിനാ. ഒരു റഫ് നോട്ട് മാത്രാണേ, ബാക്കിയെല്ലാം എടുത്ത് പുറത്തോട്ട് വെച്ചിനാ. എടുത്ത് വെക്കണല്ലേ. അമ്മേ ഗൈസ്, ഒരുവിധം റോഡിനെ എത്തിച്ചിട്ടുണ്ട് ഞാന്. ഇനിയിപ്പോ ഇതൊന്ന് കൊടുക്കട്ടെ. ഒരു കുഞ്ഞൊന്ന് എടുത്തടിയില് അവിടെയൊക്കെ കാണിച്ചു. രണ്ടാളും എണീറ്റ് തന്നെ ഇവിടെ ഇങ്ങോട്ട് നോക്കി. രണ്ടാളും ഒരുമിച്ച് ഓൾസൈറ്റ് നോക്ക്. നേരെ വന്നേ. എന്നാ നെഞ്ചുവേനെല്ലാം പിടിക്കുന്നു. നെഞ്ഞെല്ലാം മേലെ എടുക്കുന്നുണ്ടാ? നേമ്പൊക്കെ വിട്ടതാ. അത് പിടിച്ച് വിളിച്ചോണ്ടിരിക്കല്ല. വിശക്കുന്നില്ല. ഇങ്ങോട്ട് വാ, രണ്ടു വായി കഴിച്ചിട്ട് പോവാം. ചായ കുടിക്കേ. വരുന്നുണ്ടാ? ഇല്ലല്ലോ. അമ്പി, ബാഗിന്റെ അകത്ത് കുത്തി നിറച്ചിട്ടുണ്ടാ? ആ, ബാഗ് നല്ല വൃത്തിക്കുള്ള സ്ഥലത്ത് വെക്കണം കേട്ടാ. ഇങ്ങോട്ട് വാ. 3ാം ക്ലാസ്സുകാര് നമ്മളെ കൂടെ തന്നെ വെക്കാറുണ്ട്. എവിടെ ആയാലും ബാഗ് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക. നിലത്ത് അടി ഇരിക്കി വെച്ചാല് പേപ്പർ എങ്ങാനും ഉണ്ടെങ്കിൽ പേപ്പർ വിരിച്ചിട്ട് വെക്കുക കേട്ടാ. ഞാനേത് ക്ലാസ്സിൽ അത് കുഞ്ഞു കാണിച്ചു തരും ഏത് ക്ലാസ്സിലാന്ന്. എടി പിടിക്കാൻ വരും അത്. ഞാൻ തിരിച്ചു വരുമ്പോ കയറിക്കോളും കേട്ടാ. തിരിച്ചു വരുമ്പോ അങ്ങോട്ടൂലേ? തിരിച്ചു വരൂലേ? എടി വാ, വെള്ളം കുടിച്ചില്ല. ഓ അതാ പോന്നാടി. എല്ലാരും ഒന്നും നിന്നെ അതെല്ലാരും അങ്ങനെയാന്ന്, അല്ലാണ്ട് നിന്നെ നോക്കുന്നൊന്നും അല്ല. അപ്പൊ ഗൈസ്, ഞാൻ എഴുത്തന്നെ ഉറക്കിയതേനു. ഉറക്കി തൊട്ടി കിടത്തി വരുമ്പോഴത്തേക്ക് എണീറ്റ്. ചായ എടുത്ത് വെയിൽ വെക്കുമ്പോഴത്തേക്കും തന്നെ എണീറ്റ്. യാതു അതെന്തിനാ നീ ഇങ്ങനെ പിടിക്കാൻ പോന്നേ? നീ ദാ ഇനി എടുക്കാൻ വിടുന്നില്ല ഗൈസ്. നമുക്ക് ദേഷ്യം വരുക. നല്ല സമാധാനം. ഇങ്ങനെ ഉറക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചായ കുടിക്കില്ല. പക്ഷെ ഇവ നന്നാണ് പതിവില്ലാണ്ട് എണീറ്റു. ഞാൻ ചായ കുടിക്കട്ടെ. ഞാൻ ചായ കുടിക്കുമ്പോൾ കുറേ കാര്യങ്ങളോട് പറയണം വിചാരിച്ചു. ഞാനൊരു സർപ്രൈസ് ഉണ്ട്. നാളെ ഒരു ബിഗ് ഡേ ആണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? അതെന്താണെന്നറിയോ? എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആണ് നാളെ. മക്കളുടെ എന്ന് പറയുമ്പം എൻ്റെ 2 പിള്ളേരുടെയും. ജൂൺ 2-ന് വാവക്കുട്ടീൻ്റെയും കുഞ്ഞാറ്റക്കുട്ടീൻ്റെയും പിറന്നാളാട്ടോ. 2 വയസ്സിൻ്റെ വ്യത്യാസം രണ്ടാളും ഉണ്ട്. എങ്കിലും 2 പേരും ജൂൺ 2-നാണ് ഉണ്ടായത്. ഇയർ മാത്രമേ മാറ്റുള്ളൂ. അപ്പം നാളെയാണ് ജൂൺ 2. സത്യം പറഞ്ഞാൽ ഞാനും ഏട്ടനും തമ്മിൽ ഉടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ ഓഫായതൊന്നും അറിഞ്ഞിട്ടില്ല കൈ. സത്യം പറയുന്നതിനെന്താ, അതാണ് ബാക്ക് ക്യാമറ വെച്ചെടുത്താലുള്ള ഒരു പ്രശ്നം. ഞാൻ കാണുന്നില്ലല്ലോ ഒന്നും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാനും ഏട്ടനും ഉടക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റീസൺ ഫിനാൻഷ്യല് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉടക്കാറ്. കാരണം പുള്ളിന്റെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാതും ഒച്ചപ്പാടാക്കുന്നുണ്ട് താഴെ നിന്ന് കേട്ടോ. അവിടെ ഉണ്ട് എൻ്റെ അടുത്ത്. ഞങ്ങളവിടെ ഒച്ചപ്പാടാക്കുന്നുണ്ട്. അപ്പൊ ഏട്ടൻ ഒറ്റയ്ക്കാണ് ഏട്ടൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ വിഷമങ്ങളും എല്ലാം ഉണ്ട്. സാമ്പത്തികത്തിന്റെ ടൈറ്റ് നല്ലപോലെ ഉണ്ട്. പക്ഷെ അനക്കെന്ന് പറയാൻ
കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമം. അതുകൊണ്ട് എനിക്ക് എന്നാ പറയണ്ടേ, എനിക്ക് ഇത് എത്ര പേര് ഇത് കാണുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എത്ര മക്കൾ കാണുന്നുണ്ട്, എത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കളൊക്കെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക് കേട്ടോ. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറയും. പിന്നെ പഠിച്ചു വെച്ച് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ പറയുള്ളൂ. അപ്പം ഇൻഡിപെൻഡൻ്റ് ഡിപ്പെൻഡ് ആയി കഴിഞ്ഞാൽ അതിനും വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് വേറെ കിട്ടൂല. കാരണം എന്താണെന്നറിയോ, നമ്മളെ എന്താ പറയണ്ട ബെസ്റ്റിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതെന്തും ആയിക്കോട്ടെ, ഒരു കുഞ്ഞതായിക്കോട്ടെ, ഒരു ഫാൻസി ആയിക്കോട്ടെ, ഒരു മുട്ടായി ആയിക്കോട്ടെ, അത് നമ്മളെ സ്വന്തം അച്ഛൻ്റെ അമ്മേനോടും പൈസ ചോദിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കേണ്ട ഒരവസ്ഥ, അതല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോട് ചോദിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ സംബന്ധിച്ച് സത്യം പറയാലോ ഭയങ്കര വിഷമമുള്ള കാര്യമാണത്. എനിക്കെല്ലാം ചെയ്തു തരൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സമയങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം എന്താ പറയണ്ടേ, പിടിച്ചു കെട്ടിയ പോലെ എന്നെ വെക്കും. അപ്പം ഇപ്പൊ എനിക്ക് വിഷമം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളെ പിറന്നാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ജൂൺ 2 അവരുടെ പിറന്നാളാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒന്ന് സ്വർണ്ണമായിട്ടോ ഡയമണ്ട് ആയിട്ടോ അല്ലെ ഒന്നും എനിക്ക് മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമില്ല. എന്റെ കൊക്കിനൊതുങ്ങുന്നത് എന്റെ കൊക്കിനൊതുങ്ങുന്നത് എനിക്ക് മേടിച്ചു കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട കവായി സ്റ്റിക്കർ, അങ്ങനെ ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ബോക്സിൽ പൊതിഞ്ഞിട്ട് കൊടുക്കണം എന്നുണ്ട്. അല്ല മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ ആദ്യം ചോദിച്ചപ്പോ ഓക്കെ എന്ന് പറഞ്ഞ ആളാണ്, ഇവിടെ വീട്ടിൽ വന്നപ്പോ ഓക്കെ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഇങ്ങനെ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ നോന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇരട്ടിക്ക് പോകുമ്പോൾ കാർ എടുത്തിട്ട് പോകുമ്പോൾ അതിന്റെ പെട്രോൾ ചെലവ്. അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവായിട്ടല്ല. ഏട്ടൻ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്നെയും മക്കളെയും. പക്ഷെ ഒറ്റത്തടിയായിട്ട് കടങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ സോൾവ് ആക്കി നല്ല പോലെ നോക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസരം വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുക, എന്നെ പോലത്തെ ഗേൾസ് ആലോചിക്കുക, ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നല്ലോ എന്ന്. അപ്പൊ സങ്കടം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഫോൺ കട്ടാക്കും ആയിരിക്കും. പക്ഷെ എങ്കിൽ സത്യം പറഞ്ഞാല് അതുകൊണ്ടൊന്നുമല്ല, ദേഷ്യം വന്നിട്ടൊന്നുമല്ല, എന്താണ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം. വലിയ അവസരങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ വരുമ്പോൾ ഒരു കേക്ക് മേടിക്കാനൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് നമ്മളെ കയ്യിൽ തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതിന് നമ്മൾ എന്ത് വേണം അറിയോ, നമ്മള് ഫസ്റ്റ് സ്വന്തം കാലിൽ നിൽക്കണം. സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, വായിലെന്നാ കാണിച്ചേ, ഇതല്ലോ വായിൽ പെറുക്കിയിടുന്നുണ്ടാവാം. അപ്പം സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കണം ഗൈസ്. കുഞ്ഞുമക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിച്ച് അടുത്ത ലക്ഷ്യം വേറെ ഒന്നിലേക്കും പോകാൻ പാടില്ല. നമ്മളെ ചുറ്റിനും പല കാര്യങ്ങളുണ്ടാവും, അതിലൊന്നും ഫോക്കസ് ചെയ്യരുത്. നമ്മൾ പഠിക്കുക, ജോലിയാക്കുക. ജോലിയാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ മണി വരും മക്കളെ. മണി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അപ്പനെയും അമ്മേനെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. അവരുടെ കണ്ണിന്ന് കണ്ണുനീര് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് നിങ്ങൾ പോയി നിങ്ങൾ ജോലിയാക്കി ശമ്പളം വാങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക. ആരും ഒന്നും പറയാൻ നിൽക്കൂല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക. സ്വന്തം അധ്വാനത്തിൽ ഇതെല്ലാം ചെയ്യുന്നുള്ള ഒരു ആത്മാഭിമാനവും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അത് മാത്രമല്ല, നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ സന്തോഷിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോവുക, ഒരു ദിവസം അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, ഫുഡ് കഴിപ്പിക്കുക, അതൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
പഠിക്കണം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് പഠിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് നല്ലൊരു ജോലി. പിന്നെ ജോലിക്കനുസരിച്ചിട്ടുള്ള ശമ്പളം നിങ്ങളെ കയ്യിലെത്തും. പിന്നെ നിങ്ങളാ രാജാവ് നിങ്ങളെ ജീവിതത്തില്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, ആവുന്നത് പോലെ. അല്ലാണ്ട് ഫുൾ A+ വാങ്ങണമെന്നോ എന്താ പറയണ്ടേ അതൊക്കെ മേലെ പോണമെന്നൊന്നും ഞാൻ പറയില്ല. അവനവനാൽ കഴിയുന്നത് പഠിക്കുക. അതായത് ഇപ്പം ഒരാൾ ഫുൾ A+ മേടിച്ചെന്ന് വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഇപ്പൊ ആവുന്നത്. ഞാൻ മീഡിയം ലെവലിൽ പഠിച്ചുകൊണ്ടിരുന്നേ കേട്ടാ. ഫുൾ A+ അല്ല, തീരെ താഴെയല്ല, ആ ഒരു മീഡിയം ലെവലിൽ പഠിച്ചത്. എന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കും. പിന്നെ എനിക്ക് ബ്യൂട്ടീഷ്യനോടായിരുന്നു താല്പര്യം. പക്ഷെ എന്റെ തലയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ എവിടെയെങ്കിലും എത്തും. ഒന്നുകിൽ ഈ ഫീൽഡ് വഴി എത്തും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി ഞാൻ എവിടെയെങ്കിലും എത്തിക്കും. ഞാനാണ് എന്നെ കൊണ്ട് എത്തിക്കേണ്ടത്, അല്ലാണ്ട് ബാക്കിയുള്ളവരല്ല ചെയ്യേണ്ടത്. അപ്പം അവനവൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാല് ദൈവം ബാക്കി ചെയ്യും ഗൈസ്, ഉറപ്പാണ്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, അവനവനാൽ കഴിയുന്ന രീതിയിൽ പഠിക്കുക, ജോലി വാങ്ങുക. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ ഗായ്സ്. ഇപ്പൊ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണം എന്നുണ്ട്, ചെറിയ രീതിയിൽ അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ. ഞാന് ഇരട്ടിക്ക് പോണമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലേ, അതൊന്നും നടക്കും തോന്നുന്നില്ല, എന്നെ വിടും തോന്നുന്നില്ല. വിടൂലെന്ന് എന്നോട് ഓൾറെഡി പറഞ്ഞു. അതിന്റെ സങ്കടം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സാരില്ല, എല്ലാ ദിവസം ശരിയാവും. അപ്പം ഞാൻ കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഇവിടെ നിന്നതാക്കി വീടെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ. കാണണ്ടേ ഭണ്ടാരം ഇടയ്ക്ക് നിൽക്കൂല. ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ഞാതും ഇതാ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തോട്ട് നേരെ നിങ്ങൾ നോക്കിക്കാണ. അമ്മയുടെ ഉണ്ട്, അതോ അമ്മയുടെ ഉണ്ട്. ഇതല്ലേ അമ്മ അപ്പുറത്ത് കളിപ്പാട്ട് എടുക്കാൻ പോകുന്നല്ലേ. ഇതാ 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 ഇപ്പൊ ഇതെന്താ കാറുക, കാറ് കുട്ടിയുടെ കാറുക. ഇത് കാറ് കൊണ്ട് കളിക്കേ, അമ്മ ഇപ്പൊ വരുവേ. ഇതാ 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 ഇത് കണ്ടിതാ. വെള്ളത്തിന്റെ ഇത് ഞാൻ മേടയാക്കിട്ട് പോയതാ. ഞാൻ മേടിയാക്കിട്ട് പോയേ. നീ എടി പോന്നേ? അമ്മ ഈടി ആക്കിട്ടല്ലേ പോയിന്ന് നിന്നെ. ഈ എന്തിനാ ആമൂല പോയി നിക്കുന്നേ? എന്തിനാ അങ്ങ് പോയേ? എന്തിനിങ്ങനെ കരയുന്നേ? ഇപ്പൊ പോന്ന ട്രൈക്കോഡ് പിടിക്കാനായിട്ടാ. ട്രൈക്കോഡ് പിടിക്കാൻ പോയി ചാടിക്കളയട്ടെ ഞാൻ, ചാടിക്കളയട്ടെ ഞാൻ, ചാടിക്കളയട്ടെ ഞാൻ, ചാടിക്കളയട്ടെ ഞാൻ, ചാടിക്കളയട്ടെ ഞാൻ. കുഞ്ഞിക്കുരിപ്പിനെ കുഞ്ഞിക്കുരിപ്പിന് എടി ഇത് കളിച്ചോ, അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയി കളിച്ചോ, നമുക്ക് പണിയുണ്ട്. അപ്പൊ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഭയങ്കര ലോങ് ആയിപ്പോയി. ഇനിയും ഞാൻ ഈ വീഡിയോ ലോങ് ആയിട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും. അപ്പോൾ നല്ല ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോൾ. നിങ്ങൾ ലാസ്റ്റ് പോർഷൻ കാണുമെന്ന് വരെ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. യാദൂട്ടനെ എവിടെയും ചോദിക്കുന്നവരോട്, യാദൂട്ടനെ ഞാൻ നല്ലോണം ഉറക്കിയിട്ടുണ്ട്, ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാനിടാം. അതായിരിക്കും നല്ലത്. കാരണം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തിനാണ് വെറുതെ വെറുപ്പിക്കുന്നത്, ബോറടിപ്പിക്കുന്നത്? 1 മണിക്കൂറൊന്നും ആരും ഫോൺ കുത്തി നോക്കിയിരിക്കൂല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.